ഏട്ടനെ കാണണമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തതാണല്ലേ? എന്താ കാര്യമെന്നറിയാൻ വേണ്ടി ഞാനൊന്ന് പോയെന്ന് മാത്രം. ചെന്നിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോഴേ എനിക്ക് എന്തോ ഒരു ദുരൂഹത പോലെ തോന്നി. എന്തൊക്കെയോ അവള് മനഃപൂർവ്വം മറച്ചു പിടിക്കുന്ന പോലെ. ഏട്ടനെന്താ അങ്ങനെ തോന്നാൻ? അല്ല, ദിവ്യപ്രഭ പറയുന്നതിലൊക്കെ എന്തൊക്കെയോ ഒരു ചേർച്ചക്കുറവ് പോലെ. ചിലപ്പോ എല്ലാം എന്റെ തോന്നലായിരിക്കാം. നിന്റെ തോന്നല് തന്നെയാ. ഒന്നാമത്തെ കാര്യം, നീ മനസ്സുകൊണ്ട് ഇപ്പോഴും അവളെ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാ. ആ അകൽച്ചയൊന്ന് ഒഴിവാക്കി അവളോടൊന്ന് അടുക്കാൻ ശ്രമിച്ചു നോക്ക്. അപ്പൊ ഈ ധാരണാ പിശകൊക്കെ മാറും. അമ്മ പറഞ്ഞത് നേര് തന്നെ. കല്യാണം കഴിക്കാൻ തീരുമാനിച്ചതല്ലേ, ഇഷ്ടപ്പെടാതെ പറ്റില്ലല്ലോ. പക്ഷെ അവളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും എന്തൊക്കെയോ ശരിയല്ലാത്തൊരു തോന്നലുണ്ട്. അച്ഛനെ കുറിച്ച് പറഞ്ഞു വന്നപ്പോ ആദ്യം അപകടപ്പെട്ട് മരിച്ചു എന്ന് പറഞ്ഞു, പിന്നെ അപകടപ്പെടുത്തിയെന്നാക്കി. സത്യത്തില് അവക്ക് തന്നെ ഒരു നിശ്ചയമില്ലാതെ ആരോടോ എന്തിനോടൊക്കെയോ ഒരു പക വെച്ച് പുലർത്തുന്ന പോലുണ്ട്. പക്ഷെ അവക്ക് അച്ഛനെന്ന് പറയുന്നത് ജീവനാ. നാടും വിട്ട് വീടും വിട്ട് നമ്മളെ ഉപേക്ഷിച്ചു പോയ അച്ഛനെ പോലെ ആയിരിക്കില്ല. ജീവിച്ചിരുന്നിടത്തോളം അത്ര കണ്ട് സ്നേഹമുള്ള ആളായിരുന്നിരിക്കും. അതായിരിക്കും ദിവ്യപ്രഭയ്ക്ക് അച്ഛനോട് ഇത്രയും സ്നേഹം. നമ്മുടെ അച്ഛന്റെ പേര് കല്യാണക്കുറിയിലും കണ്ടില്ലല്ലോ എന്ന് ചോദിച്ചു അവള്. എനിക്കൊന്നും മറച്ചു വെക്കാനില്ലാത്തോണ്ട് കണ്ട ഓർമ്മ പോലും വ്യക്തമായിട്ടില്ലെന്ന് പറഞ്ഞു ഞാൻ. കുറിയടിച്ചപ്പോ മനഃപൂർവ്വം ആ പേര് ചേർക്കാതിരുന്നതാ. എന്റെ മക്കള് മാത്രമായിട്ടാ വളർന്നത്. ഇനിയും അങ്ങനെ മതി. അയാളുടെ പേര് പോലും മറക്കാൻ ശ്രമിക്കുക ഞാൻ. അത്രയ്ക്ക് കരയിപ്പിച്ചിട്ടുണ്ട് എന്നെ. ഏതെങ്കിലും നാട്ടിൽ ജീവിച്ചിരിപ്പുണ്ടാവും. ചിലപ്പോ വേറെ കല്യാണം കഴിച്ചിട്ടുണ്ടാവും. അതൊന്നും നമ്മൾ അന്വേഷിക്കേണ്ട. ഓർത്ത് വിഷമിക്കുകയും വേണ്ട. എന്റെ മക്കൾക്ക് ഞാനുണ്ട്. അച്ഛൻ ഉപേക്ഷിച്ചു പോയതുകൊണ്ട് നിങ്ങൾക്കൊന്നും സംഭവിച്ചില്ലല്ലോ. ഒരു കുറവും വരുത്തിയിട്ടില്ലല്ലോ. ഇനി നിങ്ങളായിട്ട് എന്നെ ഉപേക്ഷിക്കാതിരുന്നാ മതി. അമ്മയെ ഞങ്ങൾ ഉപേക്ഷിക്കാനോ? എന്താ അമ്മ ഈ പറയുന്നേ? ഞങ്ങൾക്ക് അമ്മ മാത്രമല്ലേ ഉള്ളൂ. അച്ഛനെ കുറിച്ച് പറയുന്നത് അമ്മയെ വിഷമിപ്പിക്കുമെന്നറിയാം. ഇതിപ്പോ അവള് ചോദിച്ചുകൊണ്ട് പറഞ്ഞു പോയതാ. അമ്മേ, എനിക്ക് വിശക്കുന്നു, വന്നേ, ഇങ്ങോട്ട് വാന്ന്. നടക്ക് നടക്ക് നടക്ക്. തന്നെ കാണാനല്ല, പിന്നെ പഞ്ചരത്നത്തിന്ന് ഒരു ഊണ് കഴിക്കാന്ന് വിചാരിച്ചു. അതിന് ഊണിന്റെ സമയം കഴിഞ്ഞല്ലോ. എന്നാ ഒരു കപ്പ് കാപ്പി ആയിക്കൂടെ? അതിൽ വിരോധമുണ്ടോ? എന്തായാലും തന്നെ കാണാൻ വന്നൊന്നുമല്ല. എനിക്കറിയാം എന്നെ കാണാൻ വന്നതാന്ന്. അതെങ്ങനെ അറിയാം? ഈ മുഖം കണ്ടറിയാം. കണ്ടാ കൊള്ളാത്തൊരു പെണ്ണിനെ കാണാൻ ഞാൻ ഇതുവരെ വന്നല്ലോ എന്ന് ഓർക്കുമ്പോഴാ. കണ്ടാ കൊള്ളതൊരു ചെക്കന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കേണ്ടി വന്നല്ലോ എന്ന് ഓർക്കുമ്പോഴാ.